കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ഫൈനൽ റിവിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഒരു വൺ ഷോട്ട് റിവിഷൻ, ഏതാണ്ട് ഒരു മണിക്കൂറിനകത്ത് തന്നെ ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്യുന്ന വൺ ഷോട്ട് റിവിഷൻ ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചിട്ട് ചോദ്യങ്ങൾ നോക്കുക. ചോദ്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹോർമോൺസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. Stored in the posterior lobe of the pituitary gland helps to maintain water balance in the body. അപ്പോൾ ഇവിടെ പറയുന്നത് ഏത് ഹോർമോണെ പറ്റിയാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അല്ലെ. പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഹോർമോൺ എന്ന് പറയുന്നത് ADH എന്നറിയപ്പെടുന്ന ഏതാണ്, നമ്മുടെ വാസോപ്രസിൻ ആണ് ഹോർമോൺ എന്ന് പറയുന്നത്. അത് നിങ്ങളെ മനസ്സിലപ്പോഴത്തേക്കും വരണം. ഇനി ചോദ്യം, വിച്ച് ഹോർമോൺ ഈസ് മെൻഷൻഡ് ഹിയർ? വാസോപ്രസിൻ. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ഇറ്റ് അല്ലെ. ഇവിടെ സ്റ്റോറിങ് ആണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? അത് ഹൈപ്പോ തലാമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത്, വാട്ട് ഡസ് ദിസ് ഹോർമോൺ, ഹൗ ഡസ് ദിസ് ഹോർമോൺ മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി ഡ്യൂറിങ് സമ്മർ ആൻഡ് വിന്റർ? അപ്പോൾ സമ്മർ സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യം, ഈ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് കൂടും. അപ്പോഴത്തേക്കും വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ അല്ലെ, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കൂടും. യൂറിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. കാരണം സമ്മർ സമയത്ത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും? സ്വെറ്റ് ചെയ്യും. അപ്പോൾ സ്വെറ്റിങ്ങിലൂടെ നമ്മുടെ ജലത്തിൻ്റെ അംശം ശരീരത്തിൽ നിന്ന് ഒരുപാട് കുറയും. അപ്പോൾ വാട്ടർ റീറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാരണം ഈ ADH എവിടെയാണ്? നമ്മുടെ കിഡ്നിയിലാണ് പ്രവർത്തിക്കുന്നത്. നെഫ്രോൺസിൽ നിന്ന് വാട്ടർ അബ്സോർപ്ഷൻ കൂട്ടും. ഇനി വിന്ററിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, വിന്റർ സമയത്ത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ വെള്ളത്തിനുള്ള ആവശ്യത്തിലധികം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ അബ്സോർപ്ഷൻ്റെ ആവശ്യം കുറവായതുകൊണ്ട് ADHൻ്റെ ഉൽപ്പാദനം കുറയും. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നതും കുറയും, യൂറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൂടുകയും ചെയ്യും. ഇതാണ് ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹോർമോണൽ ഡിസോർഡേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. റിലേറ്റഡ് ടു ഗ്രോത്ത് ഹോർമോൺസ് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ഗ്രോത്ത് പീരീഡ്. അപ്പോൾ ഗ്രോത്ത് പീരീഡിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ അധിക പ്രൊഡക്ഷനോ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ രണ്ടെണ്ണമാണ് അല്ലേ. നെയിം ദ ഹോർമോണൽ ഡിസോർഡേഴ്സ് മെൻഷൻഡ് ഹിയർ. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഡോർഫിസവും മറ്റൊന്ന് എന്താണ്? ജൈജാൻറ്റിസവും ആണ്. കാരണം അക്രോമെഗലി പിന്നീട് വരുന്നതാണ്. വാട്ട് ആർ ദ കോസസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഈച്ച്? ഡോർഫിസം ഉണ്ടാകുന്നത് നമ്മുടെ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കാരണവും ജൈജാൻറ്റിസം ഉണ്ടാകുന്നത് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നത് കാരണമാണ്. ഏത് ഹോർമോൺ? സോമാറ്റോട്രോഫിൻ. ഓക്കെ, അപ്പോൾ അത് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. സിംറ്റംസ് അറിയായിരിക്കുമല്ലോ. ഡോർഫിസത്തിൽ സ്റ്റണ്ടഡ് ഗ്രോത്തും ജൈജാൻറ്റിസത്തിൽ എന്താണ്? എക്സസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നതും ആണ്. അടുത്ത ചോദ്യം, ദ ഗ്രാഫ് ഷോസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ് ഓഫ് 3 ഇൻഡിവിജ്വൽസ് ഇൻ ദ അനാലിസിസ് ആൻസർ ദ ക്വസ്റ്റ്യൻ വിച്ച് പേഴ്സൺ ഹാസ് ഡയബറ്റീസ്. അപ്പോൾ നമുക്കറിയാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് കൂടി നിൽക്കുന്നത് ബിക്കാണ്. അപ്പോൾ ബിക്കാണ് ഡയബറ്റീസ് ഉള്ളത്. ഹൗ ക്യാൻ ഇറ്റ് ബി ഐഡന്റിഫൈഡ് ത്രൂ ദ ഗ്രാഫ്? കാരണം ഇവിടെ എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 180 വന്ന് നിൽപ്പുണ്ട്. ഇത് നോർമൽ ലെവലിനേക്കാളും വളരെയധികം കൂടുതലാണ്. ഫർദർ ടെസ്റ്റിംഗ് റിവീൽഡ് ദാറ്റ് ദിസ് പേഴ്സൺ ഹാസ് ടൈപ്പ് 1 ഡയബറ്റീസ്. വാട്ട് ഡസ് ദിസ് മീൻസ്? ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസ് എന്ത് ചെയ്യുന്നു? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് ആണ്. അതൊക്കെ എന്തുകൊണ്ടാണ്? ബീറ്റാ സെല്ലിൻ്റെ ഡിസ്ട്രക്ഷൻസിലൂടെ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അടുത്ത്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഇൻക്രീസ് ഇൻ ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻ ചിൽഡ്രൻ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാകുന്നതാണ് ടൈപ്പ് 2. അത് കുട്ടികളിൽ ഇപ്പോൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും അൺഹെൽത്തി ലൈഫ് സ്റ്റൈലും. റൈറ്റ് എനി കോൺസിക്വൻസസ് ദാറ്റ് ക്യാൻ ഒക്കർ ഇഫ് ഡയബറ്റീസ് ഈസ് നോട്ട് കൺട്രോൾഡ്. എന്തൊക്കെ പറ്റും? കോൺസിക്വൻസ് ഒരുപാടുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകാം, ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാകാം, പല നമ്മുടെ ഓർഗനെയും എഫക്റ്റ് ചെയ്യും. അടുത്ത ചോദ്യം, അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ഫ്രം ദ ഓപ്ഷൻസ്. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് ആൻഡ്രോജൻ കോർട്ടിസോൾ 3ന്റെ ഉപയോഗമാണ് അല്ലേ. ഇപ്പോൾ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യും. കാരണം ആൽഡോസ്റ്റിറോണിന്റെ പ്രധാന ജോലി എന്താണ്? ഇക്വിലിബ്രിയം ഓഫ് മിനറൽസും ബ്ലഡ് ഷുഗറിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ആൻഡ്രോജൻ. അപ്പോൾ ആൻഡ്രോജൻ എന്ന് പറയുമ്പോൾ അറിയാലോ, സെക്ഷൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. കോർട്ടിസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഗ്ലൂക്കോസിന്റെ ഹോമിയോസ്റ്റാസിസും ഇമ്മ്യൂൺ റെസ്പോൺസും ഇൻഫ്ലമേഷനുമാണ്. അപ്പോൾ എന്തായിരിക്കും? ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് വരുന്നത്. അപ്പോൾ ബി ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. എന്നാൽ പറഞ്ഞേക്കോ, ഈ പറയുന്ന ഏത് ഭാഗമാണ് ഈ പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് ഇൻ ദ പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ.
അതായത് ഒരു സീഡ് മുളച്ച് ഒരു ചെടിയായിട്ട് മാറുന്നതിൽ ഗിബ്ബർലിൻ്റെയും സൈറ്റോകൈൻ്റെയും ഉപയോഗമാണ് ചോദിച്ചിട്ടുള്ളത്. ഗിബ്ബർലിൻ അറിയാം എന്താണ്, സീഡ് ഡോർമൻസിയെ ബ്രേക്ക് ചെയ്യുന്നതാണ് ഗിബ്ബർലിൻ്റെ ജോലി എന്ന് പറയുന്നത്. സൈറ്റോകൈൻ്റെ ജോലി എന്താണ്? സൈറ്റോകൈൻ്റെ ജോലി എന്ന് പറയുന്നത് സൈറ്റോകൈൻ ഫോർ സെൽ ഡിവിഷൻ. സൈറ്റോകൈൻ എന്ന് പറയുന്നതിൻ്റെ ജോലി എന്താണ്? സെൽ ഡിവിഷനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. P and Q are the hormones that regulate the glucose level in blood. Observe the illustration and answer the given questions. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഇൻസുലിൻ ആണെന്ന് നിങ്ങൾ അറിയണം. കുറയുമ്പോൾ ഉണ്ടാകുന്ന ഏതാണ്? ഗ്ലൂക്കഗോൺ ആണെന്നുള്ളത് നിങ്ങൾ അറിയണം. വിച്ച് സെൽ പ്രൊഡ്യൂസസ് ദ ഹോർമോൺ പി? പി എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റ സെല്ലുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഗ്ലാൻഡ് വെയർ ദീസ് സെൽസ് ആർ ഫൗണ്ട്. എവിടെയാണ്? പാൻക്രിയാസ്. ഉത്തരത്തിൽ നിങ്ങൾ ബീറ്റ സെല്ലുകളാണെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന ഓർഗൻ എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണെന്നും എഴുതണം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ ഹോർമോൺ ക്യൂ ഇൻ റെഗുലേറ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ക്യൂ എന്ന് പറയുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. റൈറ്റ് എനി 2 ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ദാറ്റ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു കൺട്രോൾ ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സും വേണം, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയും വേണം. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അടുത്ത ചോദ്യം. എക്സാമിൻ ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റോൾ ഇൻ റെഗുലേറ്റിംഗ് ദ വാട്ടർ ബാലൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഡ്യൂറിംഗ് സമ്മർ ആൻഡ് വിന്റർ. സെയിം ചോദ്യം നമ്മൾ പറഞ്ഞു. വാസോപ്രസിൻ അതാണ് ഹോർമോൺ എന്ന് പറയുന്നത്, അഥവാ ADH എന്ന് പറയുന്നതാണ് വാസോപ്രസിൻ. അത് സമ്മറിൽ എന്ത് ചെയ്യും, വിന്ററിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു തന്നു. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം. അനലൈസ് ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് ഡിക്രീസസ്, കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് ഇൻക്രീസസ്. വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ദ ഹോർമോൺ റിക്വയർഡ് ഇൻ ദ സിറ്റുവേഷൻ? ബി. അപ്പം ബി എന്ന് വെച്ചാൽ എന്താണ്? കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് ഇൻക്രീസ് ചെയ്യും, അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ ഹോർമോൺ ഏതാണ്? നമ്മുടെ തൈറോക്സിൻ ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെ, ഏതാണ്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. How does the hormone in situation A help in maintaining the normal level of calcium? അപ്പോൾ എ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ വരുന്ന ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. ഇപ്പോൾ ഗ്ലൂക്കഗോൺ അറിയാമല്ലോ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോണിൽ നിന്നൊക്കെ തിരിച്ച് കാൽഷ്യത്തിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എ സെൽ? അപ്പോൾ ഇത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അഡ്രിനൽ കോർട്ടെക്സും ഉണ്ട്, മെഡുലയും ഉണ്ട്. അപ്പോൾ ഇന്നർ കോർട്ടെക്സ് ബി എന്ന് പറയുന്ന കോർട്ടെക്സും എ മെഡുലയും ആയിരിക്കും. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്? നമ്മുടെ ഔട്ടർ കോർട്ടെക്സ് ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? കോർട്ടിക്കോസ്റ്റീറോയിഡ് ഹോർമോണുകളാണ് ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. ഇതൊക്കെയാണ് വാട്ടർ ഹോർമോൺസ് എന്ന് വെച്ചാൽ ഇതൊക്കെ കോർട്ടിക്കോസ്റ്റീറോയിഡ് ഹോർമോൺസ് ആയിരിക്കും. ഏതൊക്കെയാണെന്ന് അടുത്ത ചോദ്യത്തിൽ പറയുന്നുണ്ട്. മെൻഷൻ 2 ഹോർമോൺസ് ഓഫ് ദിസ് ടൈപ്പ്. നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. കോർട്ടിസോള്, ആൽഡോസ്റ്റിറോണ് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ 3 കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത്. അനലൈസ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ദ ഡയഗ്രാം ഷോസ് ദ മൂവ്മെന്റ് ഓഫ് എ ഹോർമോൺ. ഏത് ഹോർമോൺ എന്ന് ഏത് കുട്ടിയും അല്ലെ പഠിച്ചു തുടങ്ങിയ ഏതൊരു കുട്ടിക്കും അറിയാം. ഇവിടെ നമ്മൾ പറയുന്നത് ഓക്സിനെ പറ്റിയിട്ടും ഈ പറയുന്ന പ്ലാന്റിന്റെ ഐഡന്റിഫൈ ചെയ്ത ഹോർമോൺ ആൻഡ് ദ പ്ലാന്റ് മൂവ്മെന്റ്. ഇവിടെയുള്ള പ്ലാന്റ് മൂവ്മെന്റ് നമ്മൾ എന്ത് വിളിക്കും? ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കും അല്ലെ. ലൈറ്റിനനുസരിച്ച് ചെടി വളയുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫോട്ടോട്രോപ്പിസം അല്ലെ. ഫോട്ടോട്രോപ്പിസം അറിയാമല്ലോ. ഹൗ ഡസ് ദിസ് മൂവ്മെന്റ് ബി പോസിബിൾ? എങ്ങനെയാണ്? നമ്മുടെ ഓക്സിൻ എന്ന് പറയുന്നത് ലൈറ്റ് ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് വശത്തോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ലൈറ്റ് എങ്ങോട്ടാണോ അടിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓക്സിജൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഗ്രോത്തിൻ്റെ അളവ് അല്ലേ. ഈ ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റി? ഇങ്ങനെ വളഞ്ഞ് പോകും. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. ഫിഗർ ഷോസ് എ ഡിസോർഡർ റിലേറ്റഡ് ടു സെക്രീഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോണുകളുടെ സെക്രീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗമാണ്. രോഗം നിങ്ങൾക്കറിയാം, അക്രോമെഗലി എന്ന രോഗമാണ്. ഐഡന്റിഫൈ ദ ഹോർമോൺ ആൻഡ് നെയിം ദ ഹോർമോൺ ദാറ്റ് കൺട്രോൾ ഇറ്റ് സെക്രീഷൻ. ഇവിടെ ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? സൊമാറ്റോട്രോഫിൻ ഹോർമോൺ ആണ്. അപ്പോൾ സൊമാറ്റോട്രോഫിൻ്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോൺസും ആണ്. നമ്മളെ പിറ്റ്യൂട്ടറിയൊക്കെ വരച്ച് പഠിച്ചതാണ്. ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ആൻറ്റീരിയർ ഒരു പോസ്റ്റീരിയറും ഒരു ആൻറ്റീരിയറാണ് കൊടുത്തിട്ടുള്ളത്. മാറി പഠിച്ച് വയ്ക്കരുത്, ശ്രദ്ധിക്കണം. മെൻഷൻ ദ ഡിസോർഡർ കോസ്ഡ് ബൈ ഇറ്റ്സ് ഇംബാലൻസ് ആൻഡ് ദെയർ സിംറ്റംസ്. മെൻഷൻ ദ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? നമ്മുടെ ഡോർഫിസം നിങ്ങൾ പറയണം, ജൈജാൻറ്റിസം പറയണം, ഇവിടെ പറഞ്ഞേക്കുന്ന അക്രോമെഗലി പറയണം. ഗ്രോത്ത് ഫേസിലാണെങ്കിൽ അത് പ്രൊഡക്ഷൻ കുറഞ്ഞ ഡോർഫിസം, കൂടിയ ജൈജാൻറ്റിസം. നമ്മുടെ ഗ്രോത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് അക്രോമെഗലി എന്ന് പറയും. ഓക്കെ, സിംറ്റംസും ഉണ്ട്. അപ്പം 3 മാർക്കാണ്. അപ്പോൾ അത് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്ത ചോദ്യം. ദ പീനിയൽ ഗ്ലാൻഡ് ഈസ് നോൺ ആസ് ദ ബയോളജിക്കൽ ക്ലോക്ക്. The hormones produced by the pineal gland in association with the
സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം പ്രിപ്പയർ ദ ബോഡി ടു ഫേസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷേ ഈ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ട്രൂവും റീസൺ ഫോൾസും ആണ്. എ ആണ് നമ്മുടെ ഉത്തരം. പീനൽ ഗ്ലാൻഡിന്റെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത് അല്ല, ഇതുകൊണ്ട് ഈ റീസൺ കൊണ്ടല്ല. അഡ്രീനൽ ഗ്ലാൻഡിന്റെ ഹോർമോണെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? മെഡുല്ലയും ഇതെന്താണ്? കോർട്ടെക്സും ആണ്. പാർട്ട് വിച്ച് ടൈപ്പ് ഓഫ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? നമ്മുടെ എമർജൻസി ഹോർമോൺ അല്ലെ, എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ് വരുന്നത്. വിച്ച് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ വൈ. ദാറ്റ് റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ആൽഡോസ്റ്റിറോൺ ആണ് അല്ലെ, ആൽഡോസ്റ്റിറോൺ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ അഡ്രീനൽ ഗ്ലാൻഡിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പുറകെ കാണുന്ന ആൾക്കാരാണ് അല്ലെ. തൈറോയിഡിന് പാര വയ്ക്കുന്നവൻ ആരാണ്? പാരാ തൈറോയിഡ് അല്ലെ. വിച്ച് ഗ്ലാൻഡ് ഇസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. പാരാ തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. വിച്ച് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാരാതെർമോൺ ആണ്. ഹൗ ഡസ് ദിസ് ഹോർമോൺ റെഗുലേറ്റ് ദി ലെവൽ ഓഫ് ബ്ലഡ്. കാൽഷ്യം ലെവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിച്ച് ഈസ് ദ അതർ ഹോർമോൺ ദാറ്റ് ഹെൽപ്പ് ടു റെഗുലേറ്റ് ദ ലെവൽ ഓഫ് കാൽഷ്യം. ഏതാണ്? തൈറോക്സിൻ ആണ്. ഏതാണ്? സോറി, തൈറോക്സിനല്ലോ, കാൽസിറ്റോണിനാണ്. ഓക്കെ, ഏതാണ്? കാൽസിറ്റോണിനാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ദ HbA1c റിസൾട്ട് ഓഫ് എ ഫ്യൂ ഇൻഡിവിജ്വൽസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ HbA1c നമുക്ക് അറിയാം എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവ് നോക്കുന്ന ടെസ്റ്റാണ്. ഇവിടെ നോക്കിയിട്ട് പറയുന്നത് ആർക്കാണ് ഡയബറ്റീസ് ഉള്ളതെന്നാണ്. കൂടി നിൽക്കുന്ന 8.2 വൈ എന്ന് പറയുന്ന ആൾക്കാണ് കൂടി നിൽക്കുന്നത്. അത് എങ്ങനെയാണ്? HbA1cയുടെ നോർമൽ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.7 താഴെ നിൽക്കുന്നത്, അതിന് മുകളിലുള്ളതാണ്. അപ്പോൾ അതാണ് ഡയബറ്റീസ്. വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പറയാൻ നിങ്ങൾക്ക് പറ്റും. ലൈഫ് സ്റ്റൈലിൽ എന്ത് മാറ്റം വരുത്തണം, അതും പറയാൻ പറ്റുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെന്ന് പറയുന്നത്. നല്ല രീതിയിൽ പഠിക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ക്ലാസ് കാണുന്നവർക്കും എല്ലാവർക്കും, പഠിച്ചവർക്കും എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും.